തോടിലുണ്ട് ചരല്, തോട്ടിലുണ്ട് പരല്, നീ എനിക്കരല്. ഞാൻ ഇല്ലാന്നങ്ങനെ സങ്കല്പിച്ചു. അയ്യോ അതുകൊണ്ട് അതിൽ പോകറാക്കി കളയും. Let me ask you, are you Sigma male? എന്നെ വീഴ്ത്താൻ അവസരം ഞാൻ തന്നെ ഉണ്ടാക്കി തരാം. ഒന്ന് പറയാൻ പറ്റുമോ? അവസരം ഉണ്ടാക്കി നീ പിന്നെ ചെയ്യാൻ പോകുന്നത്. ആ പ്രണയം എന്ന് പറയുമ്പോൾ ഉള്ളിലൊരു വിങ്ങൽ, കുറച്ച് ഇമോഷണൽ ആയി. തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ. ഞാൻ സത്യമല്ല വിളിച്ചു പറഞ്ഞേ. ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത് സൗരയൂഥ സ്റ്റാർ എന്ന് വിളിക്കും. റിയൽ ലൈഫിൽ യു ആർ എ ടീ ടോട്ടലർ അല്ലേ? എന്താ വലുത് വരുന്നുണ്ടളിയാ. നീയും തയ്ച്ചു വെച്ച ഒരു ബ്രേസിയർ. നീ എവിടെ ചേച്ചിയുടെ ചാറ്റ് അവിടെ നമ്മുടെ ജോമോന്റെ ഇത് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അവസാനം ഫിലിപ്പീൻസ് പെൺപിള്ള. ഹായ്, മൈ നെയിം ഈസ് സിജു ഫ്രം കേരള. പൈസ അടിച്ചോണ്ട് ഫോട്ടോ ഓയോ സ്റ്റാർ സിജു സണ്ണി. കുൽസിതം പുള്ളി. ഹലോ നമസ്തേ, വെൽക്കം ടു മോളിവുഡ് മിക്സ് വിത്ത് മീനാക്ഷി. സോ നിങ്ങളെല്ലാവരും ഈ ഓഗസ്റ്റ് 15-ാം തീയതി വാഴ എന്ന് പറയുന്ന സിനിമ ഇറങ്ങാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ തൊട്ട് കാത്തിരിക്കുന്ന ഒരു ടീമിനെയാണ് ഇന്നത്തെ എൻ്റെ ഗസ്റ്റായിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. സോ നിങ്ങൾ തന്നെ കണ്ടോ, നമ്മുടെ ഹോൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഞാൻ കൊണ്ടുവന്നത്. സാഫ് ബോയ് ഉണ്ട്, സിജു ഉണ്ട്, അനു ഉണ്ട്, ജോമോൻ ഉണ്ട്. ഹായ്, ഹലോ, വെൽക്കം. സോ നിങ്ങളുടെ എന്താ താങ്ക് യു. ഇപ്പൊ പെട്ടെന്ന് ഭയങ്കര ക്വൈറ്റ് ആയി പോയി. ഇവിടെ ഇത്ര നേരം നമ്മള് ഭയങ്കര വർത്താനമായിരുന്നു അല്ലേ? സിജോക്ക് ഇങ്ങനെ ഇരുന്നു. കാര്യത്തിലേക്ക് കടക്കുമല്ലേ അതിന്റെ ഒരു ആധികാരികത. എന്നാ ഞാനും ആധികാരികമായിട്ട് ചോദിക്കാം. അറിയാം, അങ്ങനൊക്കെ അറിയാല്ലേ ആധികാരികം. അപ്പൊ പിന്നെ നമുക്ക് അങ്ങനെ തന്നെ ഓടിക്കാം. ആധികാരികമായിട്ടേക്ക് ആധികാരികം. അപ്പൊ ഇതിനകത്ത് ട്രെയിലറിൽ ഇത് പറയുന്നുണ്ട്, എന്താ ടീസർ, സംഭവം മനസ്സിലായില്ലേ? അപ്പൊ അതിനകത്ത് പറയുന്നുണ്ട്, അതായത് വീട്ടുകാര് എന്തിനാ പഠിക്കുന്നതെന്ന് അവർക്കും അറിയില്ല, എന്തിനാ പഠിപ്പിക്കുന്നതെന്ന് വീട്ടുകാർക്കും അറിയത്തില്ലാന്ന്. നിങ്ങളൊക്കെ ആക്ച്വലി നിങ്ങളുടെ ലൈഫിൽ കരിയറിൽ എന്താ പഠിച്ചത്? എന്തിനാ പഠിച്ചത് ചോദിച്ചാൽ പിന്നെ പറയാം. എന്തിനാ പഠിച്ചത്? ഡിഗ്രി BA സോഷ്യോളജി ഗ്രാജുവേറ്റ് ആണ്. ഓ മൈ ഗാഡ്. എന്തിനാ പഠിച്ചെന്നോ? എന്താവാനായിട്ടായിരുന്നു പഠിച്ചത്? അതിലെന്തെങ്കിലും ജോലിക്ക് വേണ്ടിട്ടായിരുന്നു പഠിച്ചത്? അല്ല, ഞങ്ങളൊക്കെ ഡിഗ്രി സാധാരണ പഠിക്കുന്ന ജോലിക്കൊന്നും തിരക്കകത്ത് കിടന്നുറങ്ങാനല്ലേ. അല്ല, നിങ്ങളെ എനിക്കറിയത്തില്ല, നിങ്ങളുടെ നാട്ടിലെങ്ങാന്ന് എനിക്കറിയില്ല. നമ്മള് ജോലി മേടിക്കാൻ ഇല്ല. ഞാൻ എന്തിനാ പഠിച്ചതെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഒരു 8ാം ക്ലാസ് തൊട്ടുള്ള പഠിത്തം മൊത്തം ക്രിക്കറ്റ് ബേസ്ഡ് ആയിരുന്നു. ക്രിക്കറ്റ് കളിച്ച് നടക്കാൻ ഈസിയുള്ള കോഴ്സുകൾ എടുത്ത് നടക്കായിരുന്നു. അങ്ങനെ എടുത്താണ് സോഷ്യോളജി. അങ്ങനല്ല, ക്രിക്കറ്റ് കളിക്കാൻ പഠിക്കാൻ എളുപ്പമുള്ള കളിച്ച് നടക്കുമ്പോ ഒരുപാട് ക്രിക്കറ്റ് കളിക്കാൻ എളുപ്പമുള്ള കോഴ്സ് എടുത്തത് കുഴപ്പമില്ല, സ്വാഭാവികമാണ്. ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ബിടെക്. അതെ അതെ. 1.5 വർഷം സൗദി അറേബ്യയിൽ. എന്നിട്ട് എന്താ അങ്ങോട്ട് ഇപ്പൊ സൗദി അറേബ്യയിലല്ലല്ലോ, നാട്ടിലിരിപ്പുണ്ട്. സിനിമ അല്ല വിളിച്ചത്, ഞാൻ സിനിമയുടെ പുറകെ പോകാണല്ലോ, അല്ലാതെ സിനിമയ്ക്ക് എന്നെ ആവശ്യമൊന്നുമില്ല. എനിക്ക് സിനിമയാണ് ആവശ്യം. അതുകൊണ്ട് എനിക്ക് പണ്ടോട്ടെ ആഗ്രഹമായിരുന്നു സിനിമ ചെയ്യണം എന്നുള്ളത്. ആരെ കണ്ടിട്ട് ഇൻസ്പിറേഷൻ കിട്ടിയത്? സിനിമ കണ്ടിട്ട്. എനിക്ക് മണിച്ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മണിച്ചേട്ടനെ പണ്ട് ചെറുപ്പത്തിൽ തൊട്ടേ മണിച്ചേട്ടന്റെ മറ്റേ എന്താ നാടൻ പാട്ടുകളും മണിച്ചേട്ടന്റെ പടങ്ങളും ഒക്കെ പണ്ട് തൊട്ടേ കാണാറുണ്ട്. മണിച്ചേട്ടൻ ഇല്ല, അങ്ങനൊന്നും പാടത്തൊന്നുമില്ല. അയ്യോ, ഞാൻ വാഴയിൽ 2 പേര് പാടിയിട്ടുണ്ട്. ഏതാ പാടണ്ടേ? ഏത് പാട്ട് പറഞ്ഞാലും പാടിത്തരുമോ? പിന്നെ നമ്മളെ പടകാളി, ആ പട്ടകാളിന്റെ ആണോ? എന്നാ പടകാളി കേൾക്കാം. അടുത്തതായി സിജു അവതരിപ്പിക്കുന്ന പടകാളി. അവതരിപ്പിക്കുന്നോ? ലൈറ്റ് ആയിട്ടുള്ള ലെവലിൽ പാട്ട് പാടാം. നമ്മൾ എന്തിനാ വണ്ടിനെ തേടും. വണ്ടിനെ തേടും അതിമനോഹരം പാടണ്ട്. നമ്മുടെ പാട്ട് അറിയോ? ഏതെങ്കിലും ഒന്ന് പാടും. ഇത്തിരി നേരം ഒന്ന് ചിരിക്കും. പാടാതിരിക്കാൻ നല്ലത് എല്ലാവരും. പക്ഷെ സിജു നന്നായി പാടുന്നുണ്ടെന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ പാടും. ഓക്കെ, നൗ കമ്മിങ് ടു അനു. അനു എന്താണ് പഠിച്ചത്?
ഞാൻ +2 കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബ്രേക്ക് എടുത്ത സിനിമയിൽ വന്നാണ്. ആണോ? ചെറിയ കുട്ടിയാണല്ലേ? 22. അയ്യോ +2 കഴിഞ്ഞിട്ട് 4 വർഷമായി. ഇപ്പൊ കഴിഞ്ഞൊന്നല്ല, ഞാൻ +2 കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് എടുത്തതാണ് ഈ പരിപാടികളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട്. പിന്നെ വല്ലാണ്ട് ബ്രേക്ക് ആയി പോയി. ഓ, ഞാനൊക്കെ തിരക്കായി പോയി. അതെ. ഓക്കെ, ഇനി കൂട്ടത്തിൽ ഏറ്റവും ക്വയറ്റ് ആയ ആളിലേക്കാണ് ഞാൻ വരുന്നത്. ജോമോൻ. ഇത്രയും പേര് ഇവിടെ നിന്ന് വർത്താനം പറയും. ജോമോന്റെ ഒരു അക്ഷരം നിങ്ങൾ വായിന്ന് കേട്ടോ. ഞങ്ങൾ ഇനിയൊന്നും പറയാം. പറ, എന്തായിരുന്നു ഞാൻ BA മാസ് കമ്മ്യൂണിക്കേഷൻ. ഇത് തന്നെയൊക്കെ ലക്ഷ്യമിട്ട് പഠിച്ചൊരു മേഖലയാണ് അല്ലെ? ആക്ച്വലി ഇവര് എന്റെ അടുത്ത് നേരത്തെ പറഞ്ഞു നിങ്ങൾ ഒരു സ്ത്രീപക്ഷ മനുഷ്യനല്ല. Let me ask you, are you a Sigma male? Sigma male ആണോ? എന്നും സിഗ്മ ആൽഫ മെയിൽ. ഇവരെന്താ പറഞ്ഞ സിഗ്മ, ആൽഫ, ബീറ്റ, ഗാമ, ബീറ്റ. ഇല്ല, ഗാമയൊന്നും ഞാൻ കേട്ടിട്ടില്ല. എന്താ പഠിച്ചത്? നമ്മളോടൊക്കെ ഇത് ആങ്കറിങ് ആകണോന്ന് ആഗ്രഹപ്പെട്ട് ആങ്കർ ആങ്കർ ആവണം. അത് തന്നെ ലാക്കറാണല്ലോ. ആകണോന്ന് ആഗ്രഹപ്പെട്ടായതാണോ? അല്ലല്ല, ഞാൻ ബാങ്കിലായിരുന്നു. ബാങ്കിലായിരുന്നോ? അവിടെ പിടിച്ച് പുറത്താക്കിയതാ. എനിവേ, ഇവിടുന്ന് പുറത്താക്കാറായി കാണുമല്ലോ. ഇവിടുന്ന് വിടാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ടായിരിക്കും. വന്നത് ഇന്നേ ഉള്ളൂ. അത് വിട്ടു. നമ്മൾ സിഗ്മ ആൽഫയിലാണ് നിന്നോണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ഇതില്ല. ആക്ച്വലി യു നോ വാട്ട്, ഞാനുണ്ടല്ലോ ഗുരുവായൂരമ്പല നടയിൽ കണ്ടപ്പോഴത്തേക്കും ജോമോനിൽ നിന്ന് അല്ല അങ്ങനെ ഒരു കോഴി സാധനമല്ല, ബട്ട് സ്റ്റിൽ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും എന്നുള്ള ഇതിലാണ് ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചത്. ഭയങ്കര അവന് സിനിമ ക്യാമറ ഓൺ ആവണം, എന്നാലേ ആള് ക്യാമറ. അല്ല, ജോമോൻ ആക്റ്റീവ് ആണ് നമ്മുടെ ഇടയിൽ മാത്രം. വേറെ ഒരാൾ കുറച്ച് സ്റ്റൈലിലാവുന്നുള്ളൂ. ആണല്ലേ? എന്നെ അങ്ങനെ ഒരു വേറെ ഇപ്പൊ ഞാൻ ഇല്ലാന്ന് അങ്ങനെ സങ്കല്പിച്ചോളുക, എന്നിട്ട് അങ്ങ് ആക്റ്റീവ് ആയിക്കോളാം. അയ്യോ അതുകൊണ്ടാ ഗുരുവായൂരമ്പലം നടക്കാത്തെ ഒരു ഡയലോഗ് ഇല്ലേ നിങ്ങളുടെ മറ്റേ കൊറേ പിക്കപ്പ് ലൈൻ പറയുന്ന, അതിലേതെങ്കിലും ഒരെണ്ണം ജോമോൻ ഉണ്ടാക്കിയതായിരിക്കും അല്ലേ? അല്ല 3 അത് വിപിൻ ചേട്ടനും ഉണ്ടാക്കിയതാണത്. ഞാൻ അഭിനയിക്കാൻ പോകുമ്പോൾ അവിടെ പിക്കപ്പ് ലൈൻ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനത്തെ സീനുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഡിസ്കസ് ചെയ്തിരുന്നില്ലേ പിക്കപ്പ് ലൈൻസ് പുതിയത്? എനിക്കറിയില്ലായിരുന്നു. അവിടെ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അങ്ങനെ ഉണ്ടായിരുന്നു കാര്യം. അപ്പം അതേമാതിരി ഒരു പിക്കപ്പ് ലൈൻ എന്നെ വീഴ്ത്താൻ ഒരു അവസരം ഞാൻ തന്നെ ഉണ്ടാക്കി തരാം. ഒന്ന് പറയാൻ പറ്റുമോ ജോമോനെ? അവസരം ഉണ്ടാക്കി തരാൻ നീ പിന്നെ ചെയ്യാൻ പോകുന്നത്? എന്നെ വീഴ്ത്താനുള്ള സാധ്യത ഞാൻ തന്നെ ഉണ്ടാക്കി തരാം. അങ്ങനെയല്ല, പിക്കപ്പ് ലൈൻ പറയാനുള്ള വീഴോ ഇല്ല, ദാറ്റ്സ് മൈ തിങ്. ഒരു അയ്യോ ഒന്നും ചെയ്യണ്ട, അവിടെ ഇരുന്നോണ്ട് പിക്കപ്പ് ലൈൻ പറഞ്ഞാൽ മതി. ആള് സ്ത്രീ വിരോധിയാണെങ്കിലും ഇവിടെ ഇങ്ങനെ ഒരാളില്ലാതെ സങ്കല്പിക്കാൻ പറ്റില്ല. അതിൽപ്പെട്ട ഒരു വാർത്തയാണിത്. എന്ത് ചെയ്യണം ഞാനതൊക്കെ? ഒരു പിക്കപ്പ് ലൈൻ. റോഡിലുണ്ട് ചരല്, തോട്ടിലുണ്ട് പരല്, നീ എൻ കരല്. അത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. വീഴണില്ലേ? ഇല്ല, സിജു ഇതിന്റെ 2-3 വർഷം പറയാം. വേറെ 2 കാര്യങ്ങളാണ്. ആണോ? ഒന്ന് സിജു ഒന്ന് പറ കേക്കട്ടെ. ഇല്ല, ഇത് നീ പറഞ്ഞല്ലേ? ഇത് ഏത് നീല്ലേ എനിക്ക് പറഞ്ഞു നിങ്ങൾ അങ്ങനെ പിക്കപ്പ് ലൈൻസ് ഒക്കെ കൈമാറുമല്ലേ? അന്ന് ഷൂട്ട് പൈസ ഒന്നും അല്ല, ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ പോരെ. എന്നാ ഒന്ന് പറഞ്ഞ സിജു പറയ കേക്കട്ടെ. ഒന്നില്ലേലും ഇത്രയും ഗെറ്റപ്പ് ആയിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് കണ്ടോ, 2 ഷെയ്ഡാണ്, ഒന്ന് ബ്രൗൺ ഒന്ന് ക്രീം, അത്രയും ട്രെൻഡി ആയിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് വന്നിരിക്കുക. ഇതിന് 1.5 വർഷത്തെ പഴക്കമാണ്. ഇത് ഞാൻ എവിടെയെങ്കിലും ഇടണമല്ലോ എന്ന് ആലോചിച്ചപ്പോഴാണ് ഇന്ന് ഇതെടുത്തത്. ഭംഗിയുണ്ട്. താങ്ക് യു. മെറൂൺ തൊപ്പി രസമുണ്ട്. ഈ വരുന്ന സിനിമകളിലെല്ലാം ഒരു സിഗരറ്റ് വലിയോ മദ്യപാനോ ശീലോ, മീൻ അങ്ങനത്തെ ക്യാരക്ടറിന് ആ ശീലമൊക്കെ ഉണ്ടെങ്കിലും റിയൽ ലൈഫിൽ യു ആർ എ ടീ ടോട്ടലർ അല്ലേ? എന്താ ടീ ടോട്ടൽ? ഒന്നും ഇല്ലാത്ത അല്ലേ? ഒരു ദുശീലം ഇല്ല. അതെങ്ങനെ മനസ്സിലായത്? മനസ്സിലായി? അതൊരു ഇന്റർവ്യൂല് പറയുന്നത് കേട്ടോ, അല്ലാണ്ട് എനിക്ക് അറിയില്ല, ഞാൻ ആദ്യമായിട്ട് കാണാം. അതെ, നമുക്കൊന്നും കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടം നമ്മളെല്ലാരും വളരെ ടീ ടോട്ടലർ ആയിട്ടുള്ള. ഭയങ്കര വാക്കാണ് ടീ ടോട്ടലർ. അപ്പം എങ്ങനെയാ ഇതിന് ഇത്ര ഒറിജിനാലിറ്റി ആയിട്ട് പുക വിടുന്നത് ഒക്കെ കിട്ടുന്ന? പുക വലിക്കാത്തവരെ കാണുന്നതല്ലേ? അത് അഭിനയിച്ചാണ്. അത് അഭിനയമല്ല, അതുകൊണ്ടാണല്ലോ അഭിനയം എന്ന് പറയുന്നത്. ഭയങ്കര നാച്ചുറൽ ആയിട്ട് അത് പുക CG. ഓക്കെ, ഇനി സിനിമയെ പറ്റിയിട്ട് ഒരു ചോദ്യം ചോദിക്കാം. അതായത് വാഴയുടെ ഒരു ഉപയോഗം
നിങ്ങൾ എല്ലാവരും പറയണം. വാഴ ഈസ് എ വെരി യൂസ്ഫുൾ തിങ് എന്നാണ് ഇതിനു മുമ്പ് നസീറൊക്കെ ഇവിടെ നിന്ന് പോയപ്പോൾ പറഞ്ഞിട്ട് പോയത്. അപ്പൊ വാഴയുടെ ഒരു ഉപയോഗം പഴംപൊരി ഉണ്ടാക്കാം. വാഴ വെച്ച് പഴംപൊരി എങ്ങനെ ഉണ്ടാക്കുന്നത്? വാഴപ്പഴം വെച്ചിട്ട് അത് മാത്രം ഇന്നല്ലേ ജോയിൻ ചെയ്തത്. ആ ഒന്നും മിണ്ടാതിരിക്കുക. ഓക്കെ. ആ ഇനി ആരും പറയാനും കൂമ്പ് വെച്ചിട്ട് എന്തോ കറിയൊക്കെ ഉണ്ടാക്കാൻ പറ്റില്ലേ? പറ്റും. പിന്നെ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുണ്ടാക്കും. ഓക്കെ, ജോബൻ പറയൂ. വാഴ ഇല വെച്ച് നമുക്ക് കഴിക്കാൻ പറ്റും. തോരല്ല ഭക്ഷണം കഴിക്കാം. ഇനി ലാസ്റ്റ് വരാം. പശുവിനെ കെട്ടാം. അത് പറ്റത്തില്ല. വാഴ ഒടിഞ്ഞു ഇത് ആടിനെ കെട്ടാം. ഒടിഞ്ഞു കൊച്ചാടിനെ കെട്ടാം. പിന്നെ കൊച്ചാടിനൊന്നും വാഴ വാഴയെല്ലാം കഴിക്കും. അവിടെ ടെൻഷനില്ലല്ലോ അല്ലേ? ഇല്ല, വാഴ ഒടിഞ്ഞു വീഴും. അത് എങ്ങനെ ചെറിയ ആടിനെ കെട്ടിയപ്പോരെ? ചെറിയ ഞാൻ ഇതുവരെ കേട്ടിട്ട്. പക്ഷെ പൊട്ട ഉത്തരായിരുന്നു കേട്ടാ. എങ്ങനെ വാഴ കെട്ടാൻ പറ്റുമോ? പറ്റത്തില്ല. ആര് പറഞ്ഞു? എനിക്ക് വാഴ കെട്ടാനൊന്നും പറ്റത്തില്ല. അല്ല, ആടിനെ കെട്ടാൻ പറ്റത്തില്ല. മറ്റേ പിണ്ടി ജ്യൂസ് ഉണ്ടല്ലോ, വാഴപ്പിണ്ടി ജ്യൂസ്. അതെ. എനിവേ, ഇനി ഐ എം ടേക്കിംഗ് യു ഗൈസ് ടു എ റാപ്പിഡ് ഫയർ റൗണ്ട്. പാട്ടല്ല, പെട്ടെന്നുള്ള ചോദ്യം, പെട്ടെന്നുള്ള ഉത്തരമാണ് വേണ്ടത്. ബിക്കോസ് ഈ സിനിമ ഒരു സ്കൂൾ കാലഘട്ട പശ്ചാത്തലമൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പടമായതുകൊണ്ട് ഞാൻ നിങ്ങളുടെ സ്കൂൾ ഡേയ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാൻ പോകുന്നത്. അപ്പം യു ഗൈസ് ഹാവ് ടു ഗിവ് മീ ക്വിക്ക് ആൻസേഴ്സ്. അപ്പം സ്റ്റാർട്ടിങ് വിത്ത് മൈ സഫ് ബോയ്. ഓക്കെ, ഫസ്റ്റ് ലവ് അറ്റ് വാട്ട് ഏജ്? 8ാം ക്ലാസ്സിൽ വെച്ചിട്ട്. 8ാം ക്ലാസ് വെച്ചിരുന്ന ആദ്യ പ്രണയം സഫ് ബോയിന്റെ. ഓക്കെ, ഇനി സിജു ആണ് കേട്ടോ. ആദ്യമായിട്ടുണ്ടായിരുന്ന ലവറിന് കൊടുത്ത ഗിഫ്റ്റ്, ഫസ്റ്റ് ഗിഫ്റ്റ് എന്തായിരുന്നു? പുസ്തകമോ? അയ്യോ, ഭയങ്കര പുസ്തകം വായിക്കുന്ന ആളാണ്. എത്ര പഠിക്കുമ്പോഴായിരുന്നു? അപ്പോഴാണ് ആദ്യ പ്രണയം ഉണ്ടായത്? ബാക്കി എല്ലാവരും നമുക്ക് കാണുമ്പോ തോന്നും, പക്ഷെ നമുക്കൊരു ജെന്യുവനായിട്ട് ഒരു പ്രണയം. ആ പ്രണയം എന്ന് പറയുമ്പോൾ ഉള്ളിലൊരു വിങ്ങൽ. കുറച്ച് ഇമോഷണൽ ആയി. തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ. ആദ്യ പ്രണയം ഞാൻ സത്യം വിളിച്ചു ആ ഒരു വിങ്ങലുണ്ട് അല്ലേ? അല്ല, അത് തീർച്ചയായിട്ടും ഉണ്ടല്ലോ. പിന്നെ ഇപ്പൊ അതൊക്കെ മാറി. ഇപ്പൊ അവര് അവർക്ക് എന്റെ അത്ര പ്രായമുള്ള കൊച്ചാന്ന് പറഞ്ഞിട്ട്. അപ്പൊ എത്ര വയസ്സുണ്ട്? എനിക്ക് ആകെ എന്തിനാ അറിയുന്നത്? എത്ര തോന്നുന്നതാ? ഒരു 27. വീഡിയോ എടുത്തൊക്കെ ഇവരൊക്കെ ലാസ്റ്റ് പിടിക്കാൻ കഴിഞ്ഞു, വെറുതെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇനി അനുവിലേക്ക് വരാണ്. സബ്ജക്ട് ദാറ്റ് യു ഹേറ്റഡ് ഇൻ സ്കൂൾ? എല്ലാവർക്കും ഹേറ്റ് ആയ വിഷയം മാത്സ്. സെയിം ബിച്ച്. ഓക്കെ, കമ്പ്യൂട്ടർ കൊമേഴ്സ്. കമ്പ്യൂട്ടർ കൊമേഴ്സ് അത് ഞാനും അതായിരുന്നു. എനിവേ, എവർ ഗോട്ട് എ സസ്പെൻഷൻ? എപ്പോഴെങ്കിലും സസ്പെൻഡഡ് ആയിട്ടുണ്ടോ സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ? കോളേജിൽ നിന്ന് സസ്പെൻഡഡ് ആയിട്ടുണ്ടോ? ആയിട്ടുണ്ട്. ഇല്ല, എന്തിനായിരുന്നു സസ്പെൻഡഡ് ആയത്? പൊളിറ്റിക്കലി കറക്റ്റാ. അതെ, സസ്പെൻഷൻ ഒക്കെ കിട്ടാം. എന്തിനാണ് സസ്പെൻഡ് ആയത്? അത് റീസൺ ചെയ്യണ്ട, അതിനകത്ത് പ്രശ്നം കാണും. പ്രശ്നമായിരുന്നാ? എന്തിനാ? ചെറിയൊരു പ്രശ്നമായിട്ട് അങ്ങനെ മൊബൈൽ കൊണ്ടുപോയി. കോളേജിൽ മൊബൈൽ കൊണ്ടുവന്നു. മദ്യപാന പരിപാടി. കോളേജിലേക്ക് മദ്യപിച്ച് തല്ലുണ്ടാക്കി. പണ്ടായിരുന്നില്ല, സ്കൂളിൽ കച്ചവടമായിരുന്നു, അങ്ങനെ പിടിച്ചത്. പിടിക്കത്തില്ല, ഇവൻ ചെറിയ കുപ്പിക്കകത്താക്കി ക്ലാസ്സിൽ വെച്ച്. കോപ്പി അടിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? പിന്നെ പിടിച്ചിട്ടുണ്ടോ? പിടിച്ചിട്ടില്ല. ആണോ? എന്നെയൊക്കെ എപ്പോഴും അടിച്ചാൽ പിടിക്കും. ഇനി അടുത്തത്, ക്ലാസ് കട്ട് ചെയ്ത് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ഇനി അടുത്തത്, എപ്പോഴെങ്കിലും റിപ്പോർട്ട് കാർഡിൽ ഒരു കള്ള ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ടോ? പിടിച്ചിട്ടുണ്ടോ? എന്നിട്ട് ഇന്നവരെ പിടിച്ചിട്ടില്ല. ഓക്കെ, ഇനി എപ്പോഴെങ്കിലും പഠിച്ചപ്പോ കിട്ടിയിട്ടുള്ള ലോവസ്റ്റ് ഗ്രേഡ് എന്തായിരുന്നു? മാർക്ക്? ഫെയിലായി എന്നുള്ളതന്നെയായിരിക്കും. മാർക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല, പക്ഷെ ഫെയിൽ ആയി കഴിഞ്ഞാൽ എത്ര മാർക്ക് ഊഹിക്കാലോ. അതെ, ഫെയിൽ ആയിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ ഏതെങ്കിലും ക്ലാസ് ഒക്കെ ഫെയിൽ ആയിരുന്നു? എനിക്ക് കിട്ടിയത് 8. അല്ല, എഞ്ചിനീയറിംഗിന് പഠിക്കുമ്പോൾ. എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ മറ്റേ 40 മാർക്ക് മറ്റേ പാസ്സാകാൻ വേണ്ടിയത്. അപ്പൊ എനിക്ക് 38 കിട്ടി. അപ്പൊ ഞാൻ റീവാലുവേഷൻ എടുത്തു, അത് കിട്ടിയില്ല, ഫെയിലായി. അടുത്ത പ്രാവശ്യം ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചിരുന്ന റിസൾട്ട് വന്നപ്പോ 8. വെറും 8. പിന്നെ കിടക്കുന്ന 32 മാർക്ക്. അപ്പൊ ഞാൻ റീവാലുവേഷൻ കൊടുത്തു, ടീച്ചർ ചീത്ത കൊടുത്തു. എടാ, കഴിഞ്ഞ പ്രാവശ്യം 2 മാർക്കായിരുന്നു, ഇപ്രാവശ്യം നിനക്ക് 32 മാർക്കാണ് കിട്ടേണ്ടത്. CP കമ്പ്യൂട്ടർ പ്രോഗ്രാം. അയ്യോ, എന്നിട്ട് സപ്ലൈ പാസ്സാക്കി എഴുതിയെടുത്ത് പാസ്സായി. Alright, so with that I'm coming to an end for the rapid fire thing. ഇനി സാഫ് ബോയ് നേരത്തെ പറഞ്ഞില്ലേ ഭയങ്കര ക്രിക്കറ്ററാണ് എന്നുള്ള കാര്യം. ഈ സിനിമയിൽ നിങ്ങൾ അങ്ങനെ ക്രിക്കറ്റ് കളിക്കുന്ന രംഗങ്ങൾ ഒരുപാട് ഞാൻ ഇപ്പം ടീസർ ഇറങ്ങിയപ്പോൾ കണ്ടു.
അത് എനിക്ക് തോന്നുന്നു ചെറിയൊരു സോങ്കട്ട് മാത്രമാണ്. അതിൽ ഞാനൊന്നുമില്ല, ഇവരാണ്. നിങ്ങൾക്ക് ക്രിക്കറ്റ് കളിക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല? അല്ല, എനിക്ക് ഞങ്ങളുടെ ഗ്യാങ്ങിലല്ല. ഓ, വേറെ ഗ്യാങ് ആണ്. ഇവര് 5 പേര് ഒരു ഗ്യാങ്ങും, പിന്നെ ഒറ്റയ്ക്ക് ജോമോൻ, അനുരാജ്, അമിത് ഒരു ഗ്യാങ്. അങ്ങനെ ഞാൻ ഇവർക്ക് ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് എന്റേത്. അപ്പൊ ഞങ്ങൾക്ക് ഷൂട്ടും അധികം ഉണ്ടായിരുന്നത്, ഫൈറ്റും അങ്ങനെ വേറെ കുറെ പരിപാടി ജഗദീഷാന്റെ കൂടെയൊക്കെയാണ് എനിക്ക് ഉണ്ടായിരുന്നത് അധികം. ഇവരുടെ കൂടെ എനിക്ക് കുറവായിരുന്നു, ഷൂട്ട് സമയങ്ങൾ കുറവായിരുന്നു. അപ്പൊ ഇവര് എൻജോയ് ചെയ്ത സമയത്തൊന്നും ഞാൻ അധികം ഉണ്ടായിട്ടില്ല. നിങ്ങൾ ഇത്രയും പേരെ ഇപ്പൊ ഒരുമിച്ച് കൊണ്ടുവന്നപ്പം എന്റെ പ്രേക്ഷകര് തിരക്കുന്ന വേറൊരു പേരുണ്ടാവും. ആരായത്? ഹാഷിറെ കൊണ്ടുവന്നില്ലേ നിങ്ങൾ? ഹാഷിർ എന്തുകൊണ്ട് വരുന്നില്ല? എത്രയോ ഫാൻസാ നിങ്ങൾ. ടീച്ചറിന്റെ മൊത്തം മൂപ്പരല്ലേ? അല്ല, ഹാഷിർ എപ്പോഴും അവന്റെ ചാനലിലാണ് അവന്റെ ഇന്റർവ്യൂസുകളും കാര്യങ്ങളെല്ലാം കൂടുതലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മുടെ പടത്തിൻ്റെതാണെങ്കിലും വ്ലോഗ് അവർ ചെയ്യുന്നുണ്ട്, നമ്മൾ അവരുമായിട്ടൊരു സാധനം ചെയ്യുന്നുണ്ട്. അത് അവരുടെ ചാനലും പരിപാടി അവര് എല്ലാവരും കൂടെ ഒരു ടീമായിട്ടല്ല ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ ഒരു എക്സ്ക്ലൂസിവിറ്റിയാണ് കൂടുതൽ കാര്യങ്ങളും ഒന്നും അതുകൊണ്ട് തന്നെ വരില്ല. ആക്ച്വലി ഇത്രയും ക്വൈറ്റ് ആയിരിക്കുന്നുണ്ടെങ്കിലും യു ആർ എ ബിഗ് സ്റ്റാർ നൗ. നിങ്ങളുടെ വണ്ടിനെ തേടും ഇത്ര ഹിറ്റായിട്ട് നിൽക്കണം, അതിലെ നായകനാണ്. ഹൗ ഡു യു ഫീൽ അബൌട്ട് ഓൾ ദിസ്? അത് 2 വർഷം മുമ്പ് ഷൂട്ട് ചെയ്തത്. അന്ന് എങ്ങനെയെങ്കിലും വൈറലായാൽ മതി കേട്ടപ്പോഴേ തോന്നി. എല്ലാരും പറഞ്ഞത് വൈറലാവും പറഞ്ഞ ആൾക്കാർ ആരും കണ്ടില്ല, ആരും ഷെയർ ചെയ്തില്ല. ഇപ്പൊ അത് വന്നപ്പോഴത്തേക്കും അത് പിന്നെ എവിടെ നിന്നാ പൊങ്ങി വന്നത്? ഇൻസ്റ്റാഗ്രാമല്ലേ അത്? എപ്പോഴാ എന്താണ് അവര് ആ പാട്ട് വീണ്ടും റീ അപ്ലോഡ് ചെയ്തു. ആ പാട്ട് വീണ്ടും അപ്ലോഡ് ചെയ്തു, പാട്ട് മാത്രമായിട്ട്. അത് പെട്ടെന്ന് ട്രെൻഡിങ് ലിസ്റ്റിൽ കയറി. ട്രെൻഡിങ് ലിസ്റ്റിൽ കയറി കുറെ ദിവസം അത് കടന്നു. അവിടുന്ന് പിന്നെ നേരെ ഇൻസ്റ്റയിലോട്ട് റീമിക്സ് പരിപാടികൾ ചെയ്ത് അങ്ങനെയാണ് അത് പോയത്. അവർ ആ പാട്ട് മാത്രമായിട്ട് അവരുടെ റീ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര ഹിറ്റായ ഒരു സംഭവം. ആദ്യം ആ പാട്ട് കേട്ടിട്ട് പിന്നീട് യൂട്യൂബിൽ പോയിട്ട് തപ്പി പിടിച്ചപ്പോഴാണ് ഞാനത് ഇത് നമ്മുടെ ജോമോനാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ റിയലൈസ് ചെയ്തത്. വേറെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചെയ്ത അതേ മ്യൂസിക് ഡയറക്ടറും അതേ ഇതാണ് നമ്മുടെ അതിമനോഹരം നമ്മുടെ ഈ ആണല്ലേ? രജിത്താണ് നമ്മുടെ അതിമനോഹരം പാട്ട് ചെയ്തിരിക്കുന്നത്. അതൊരു ലക്കാവട്ടെ വിഷ് ചെയ്യുന്നു. അപ്പൊ ഇതും അതേപോലെ ഹിറ്റാവട്ടെ. പാട്ടിറങ്ങി അത് കേട്ടില്ല? ഞാൻ കേട്ടു. പുള്ളിക്കാർക്ക് ഇന്നലെ കേട്ടത് ലക്കാകട്ടെ. നമ്മളെല്ലാരും നമ്മളുടെ ജീവിതത്തിൽ ഓരോരോ ആഗ്രഹങ്ങളിലേക്ക് എത്തണമെങ്കിൽ യു ഹേർഡ് അബൌട്ട് മാനിഫെസ്റ്റേഷൻ അല്ലേ? നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ അങ്ങനെ മാനിഫെസ്റ്റ് ആയി ഇപ്പം ഉള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ആരാണെന്ന് ഗസ് ചെയ്യാവോ? ഒന്നുമേ പുരിയല്ലേ. പ്രചണ്ഡ താരം. അതെന്താ അങ്ങനെ ഒരു ഇതെന്ന് സിജു? അല്ല, ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത് സൗരയൂഥ സ്റ്റാർ എന്ന് വിളിക്കും, പ്രചണ്ഡ താരം എന്ന് വിളിക്കും. ഞാൻ ഓരോ പേര് വിളിക്കും. നമ്മുടെ പഠനത്തിൽ ശ്രദ്ധിച്ചാൽ മതി, മറ്റേ ഡെസി ഡി ലവ് എ എന്ന് എഴുതുന്നതിന്റെ പാട്ടിനകത്ത് തൊട്ട് ലെഫ്റ്റ് സൈഡ് നോക്കിയാൽ മതി സൗരയൂഥ സ്റ്റാർ സിജു സണ്ണി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ തന്നെ അപ്പുറത്ത് മാറിയത്. അത് ഞാൻ എന്നെ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നു. പിന്നെ എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ഓരോരോ പേരുകൾ കണ്ടുപിടിക്കുക, അത് ക്യാപ്ഷൻ ആയിട്ട് ഇടുക എന്നൊക്കെ ഉള്ളത് എൻ്റെ ഒരു ഹോബി പരിപാടിയാണ്. ഞാൻ നോക്കിയപ്പോഴത്തേക്കും പണ്ടത്തെ ഏതോ ഒരു പോസ്റ്റിന്, ഏത് പടമൊക്കെ ഇറങ്ങുന്നതിന് മുമ്പുള്ള പോസ്റ്റിന് അന്നേ പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട് പ്രചണ്ഡ താരം സിജു സണ്ണി പറഞ്ഞിട്ട്. അല്ല, അത് വളരെ ഒരു ഇത് അങ്ങനെ ഒരു ഇതില് ഞാൻ ഇരുന്നങ്ങ് തപ്പിയപ്പോഴത്തേക്കും കുറേ പോസ്റ്റുകൾ കേട്ടോ സിജുവിന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കണ്ടു. ആൻഡ് ഐ വുഡ് ലൈക്ക് ടു നെയിം യു ആസ് ദ ക്യാപ്ഷൻ കിങ്. ഞാൻ കുറച്ച് പോസ്റ്റുകൾ കാണാതിരിക്കുന്നല്ലേ. ആദ്യം ട്രോളിപ്പോ ഞാൻ വെറുതെ വിടുന്നു വിചാരിച്ചില്ലേ, വരാം ഞാൻ, നീ കൊണ്ടുപോവാ. ഓക്കെ, എവിടെ ചേച്ചിയുടെ ചാറ്റ് അവിടെ? അതല്ല പണ്ട് സുഹൃത്തുക്കളെ, പണ്ട് പലപ്പോഴും പലരോടും ഒക്കെ ഞാൻ അങ്ങനെയൊക്കെ, ഇപ്പൊ അങ്ങനൊന്നും അല്ല കേട്ടോ, ക്ഷമിക്കണം. അല്ല, നമ്മുടെ ജോമോന്റെ ഇത് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു പണ്ട് വേറെ കാര്യം ഫ്രാങ്കായിട്ട് പറയാം. പണ്ട് നമ്മള് ഗേൾസിനൊക്കെ ഹായ് അയക്കുമ്പോ ഒരു റിപ്ലൈ ഇല്ലേ. അവസാനം ഫിലിപ്പീൻസ് പെൺപിള്ള, ഹായ് മൈ നെയിം ഈസ് സിജു ഫ്രം കേരള. പൈസ അടിച്ചോണ്ട് പോകും പണ്ട് സമയത്തൊക്കെ. അല്ല, ഞാൻ അറിയാത്ത എന്ത് കാര്യം ചെറുക്കാൻ ടെൻഷൻ ആക്കാല്ലോ. ഒന്നാമത് പാനിക്കിന്റെ പ്രശ്നമുള്ളതാണ്, പാനിക് ആക്കരുത്. എന്റെ ചിരി നിർത്തിയിട്ട് ഞാൻ പറയാം. മറ്റേ വീഡിയോ ഗുരുവായൂരമ്പല നടയിലെ വീഡിയോ ആണ് പൊങ്ങി വന്നത് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പേടിച്ച് പെട്ടെന്ന് കഴിഞ്ഞ തവണ ജോമോന്റെ എന്തോ വീഡിയോ പൊങ്ങി വന്നെന്ന് പറഞ്ഞപ്പോ
ഐ മീൻ മറ്റേ എന്താ നമുക്ക് എടുക്കാം ഓയോ എന്നൊക്കെ പറയുന്ന ആ സാധനല്ലേ. അപ്പൊ പണ്ട് ഇങ്ങനെ നടന്നവര് പലരും ഇപ്പൊ ഡീസന്റ് ആണ് പറഞ്ഞത്. അപ്പൊ പെട്ടെന്ന് സിജു ഇത് പറഞ്ഞപ്പോ എനിക്ക് അതാ ഓർമ്മ വന്നത്. പണ്ട് അങ്ങനെ മെസ്സേജ് അയച്ചിട്ട് ഇപ്പൊ അപ്പൊ നിങ്ങൾ മൈൻഡ് ചെയ്യത്തില്ല മെസ്സേജ് വന്നല്ലേ? ഇല്ല, മൈൻഡ് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് ഒരു കുറെ പേർക്കൊക്കെ നമ്മൾ ഇത് ചെയ്യും, റിപ്ലൈ കൊടുക്കും, മാക്സിമം പറ്റുന്നത്. പക്ഷെ ഒരു ലെവൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ഷെ അത് കുറച്ച് അല്ല. ഇപ്പൊ നിങ്ങൾ ഇത്ര വലിയ താരങ്ങളൊക്കെ ആയില്ലേ സാഫോ, ഇങ്ങനെ വായി നോക്കാനൊക്കെ പറ്റും നിങ്ങൾക്ക് പുറത്തു പോയാൽ? അതൊക്കെ നമ്മള് കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടാ നോക്ക്. അല്ല ഞാനൊന്നും അല്ലെങ്കിൽ വായി നോക്കാറൊന്നുമില്ല എടാ, സീരിയസ്ലി. എനിക്ക് അങ്ങനെ അല്ല, വായി നോക്കുന്ന ഒരു പ്രശ്നമല്ലല്ലോ. നമ്മളെ നോക്കാറുണ്ട്, നമ്മൾ നോക്കാം, അത്രേ ഉള്ളൂ. അല്ല ഒരു സ്റ്റാർ ആകുമ്പോ അതോ ഇവര് നോക്കി പറഞ്ഞിട്ട് നിങ്ങളെ നോട്ട് ചെയ്യും ആൾക്കാർ ഇപ്പൊ അല്ല, പുറത്ത്. അവർക്ക് നമ്മളെ വല്ലായിട്ടൊന്നും തിരിച്ചറിയുന്നില്ലല്ലോ. ഏതോ ഒരു വൃത്തികെട്ട വായി നോക്കിയിട്ട് പോയെന്ന് അവരും കരുതുമായിരിക്കും. ഓക്കെ, കമ്മിങ് ബാക്ക് ടു ദ ഇൻസ്റ്റാഗ്രാം ക്യാപ്ഷൻസ് ഓഫ് സിജു സണ്ണി. ഒരു പടമാണ് സുഹൃത്തുക്കളെ നമ്മൾ ആദ്യം ഇങ്ങനെ കാണുന്നത്. ഫോട്ടോ ഓയോ സ്റ്റാർ സിജു സണ്ണി സേയിങ് ഹാപ്പി ക്രിസ്മസ്. എന്താ ഓയോ സ്റ്റാർ എന്ന് വിളിക്കാൻ? ഒരു ആ റൂം ഒരു ഒയോ വൈബായിരുന്നു. അപ്പൊ ഞങ്ങൾ അവിടെ നമുക്ക് അന്ന് അവിടെ ആയിരുന്നു തോന്നുന്നു പ്രോഗ്രാം കഴിഞ്ഞിട്ട് ക്രിസ്മസ് പാർട്ടി പരിപാടികളിൽ അവിടെ ആയിരുന്നു. അപ്പൊ അവിടെ വെച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് നേരെ ഒയോ സ്റ്റാർ ഒയോ റൂം എടുക്കാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കുഴപ്പമൊന്നുമില്ല. എന്തുകൊണ്ടാണ് എടുക്കാറില്ലേ? ഞാൻ എടുത്തിട്ടില്ല. അത് പ്രശ്നമില്ലെങ്കിൽ പിന്നെ എടുക്കാമല്ലോ. എനിക്ക് എടുക്കേണ്ടി വന്നിട്ടില്ല. അല്ല, നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് പോകുമ്പോഴ് ഞാൻ ഉദ്ദേശിച്ചത് അതാണ്. അല്ലാതെ അല്ല എന്തോ ഉദ്ദേശിച്ചത് ഞാൻ ഇപ്പൊ നമ്മളാണെങ്കിൽ ഇപ്പൊ ട്രാവൽ ചെയ്തിട്ട് എടുക്കും അങ്ങനെ ഓയോ സ്റ്റാർ ആയത്. എന്നാ ഈ പടത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എന്തുവായിരുന്നു? ഞാൻ വായിക്കാം. മല്ലു സിജു സണ്ണി, അത് മറ്റൊന്നല്ല, ഹോട്ട് മല്ലു സിജു സണ്ണി വീണ്ടും. മറ്റേ മല്ലു ആന്റി അങ്ങനൊക്കെ പണ്ട് ഒന്നല്ല, അതിന്റെ വേറെ വേർഷൻ. അല്ല, ഞാൻ മൊത്തം വായിച്ചില്ല. ബാക്കി വായിച്ചില്ല, ഞാൻ തന്നെ എഴുതിയിട്ടല്ലേ. സമയം 11 കഴിഞ്ഞു. നിങ്ങളുടെ ഉറക്കത്തെ കെടുത്തി സിം സ്യൂട്ടിൽ സിജു. അല്ല, നമ്മളെ ഇതിന്റെ കമന്റുകൾ ഞാൻ ഓൾറെഡി പ്രിഡിക്ട് ചെയ്യും, എന്നിട്ടാണ് ഞാൻ ഈ പലതും എഴുതിയിടുന്നത്. പക്ഷെ ആൾക്കാരൊക്കെ ഫുൾ സപ്പോർട്ട് ചെയ്തു. അതെന്തായാലും എന്റെ ഫാൻസാരല്ല അങ്ങനെ. ഞാൻ എന്ത് ചെയ്താലും അതിനെ ഇരു കൈ നീട്ടി സ്വീകരിക്കാനിരിക്കുന്നവരാണ് എന്റെ ഫാൻസാര്. ശരിയാ, ഫാൻസുകാര് മത്സ്യകന്യകൻ എന്നൊക്കെ കമന്റ് ചെയ്തിട്ടുണ്ട്. അല്ല, എനിക്ക് ആ ഒരു എക്സ്പ്രഷൻ ആണ്. വേറൊരു ഫോട്ടോ ഉണ്ട് താഴോട്ടോ ഉണ്ടോ? അത് മറ്റേ പാറപ്പുറത്ത് വെക്കുന്നത് സിജു സണ്ണി ചെയ്യുമ്പോ ഇതും ഏതെങ്കിലും മോഡൽ ചെയ്താ ഓഹോ സിജു സണ്ണി വേറെ മോഡൽ ചെയ്താ ആഹാ, അത്രേ ഉള്ളൂ. So you are aiming to be that one hot most wanted actor in Malayalam അല്ലേ? ഇപ്പോഴും ഹോട്ടല്ലേ? ഞാൻ ഹോട്ടല്ലേ? നല്ല ചൂടാണ്. അടുത്ത് പറഞ്ഞ പടം ഇതാണോ? കമ്മിറ്റഡ് ആയവർ വരൂ? അല്ലല്ല, ഏറ്റവും കുറെ പഴയതാണ്. രാത്രി 11 മണിക്ക് വിളിക്കൂ, മല്ലു സിജു റെഡി എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പുറകിലുള്ളൊരു ചെയ്ത അത് നമ്മുടെ വിപിൻ ചേട്ടന്റെ വൈഫ് അശ്വതി ചേച്ചി ഡിസൈൻ ചെയ്തു. എന്റെ ഒരു പരിപാടി ഉണ്ട് ഇപ്പം, ഞാൻ തന്നെ ഓരോന്ന് പറഞ്ഞു കൊടുക്കും. കഴിഞ്ഞ പ്രാവശ്യം സ്പൈഡർമാൻ ഓടക്കുള്ളിൽ വായിച്ചിട്ടുണ്ട്. അത് ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഇതാണ് ഐഡിയ. അങ്ങനെ ചേച്ചി പ്രിന്റ് ചെയ്ത് തരും. ഇപ്പൊ ഇത് കൊടുത്തു. ഇനി അടുത്തൊരു ടീഷർട്ട് ഓണ്ടവേ ആണ്. അതിന്റെ പരിപാടി കുൽസിതം ഉള്ളി, അതാണ് ആ ടീഷർട്ടിന്റെ അത് കുഴപ്പമില്ല. ഇത് ഒരു ബ്രാൻഡ് ആയിട്ട് അങ്ങ് വെച്ചുകൂടെ? അല്ല, അങ്ങനെ ഓരോന്ന് പറയും. അപ്പൊ പറയുമ്പോ അനുസരിച്ച് ചേച്ചി അതെല്ലാം ടെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ചേച്ചി ഓരോന്ന് ഡിസൈൻ ചെയ്ത് എനിക്ക് അയച്ചു തരും, ഞാനൊന്ന് എടുത്തിടും. വിഞ്ഞേട്ടൻ കമന്റ് ഇട്ടിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ നിങ്ങൾ ഡയറക്ടർ വന്നിരിക്കുമ്പോഴായാലും ഞാൻ ചോദിക്കുമായിരുന്നു, നിങ്ങൾ എല്ലാവരും നേരത്തെ തൊട്ട് ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ട് ഇതിനകത്ത് ഹ്യൂമർ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര ഈസി ആയിട്ടുണ്ടാകും അല്ലേ നിങ്ങൾക്ക്? എന്നോട് വെച്ചിട്ട് കാര്യമില്ല, ഞാൻ ഹ്യൂമർ സൈഡിൽ ഇല്ലതില്. ആണോ? ഇത് പടത്തിൽ ഹ്യൂമറേ ചെയ്യുന്നില്ല? മറ്റേതും ചെയ്തിട്ടില്ല. ഞാനവിടെ നിൽക്കുന്നേ. അതെ, ഒരു അവിടെ ഉണ്ട് ഞാൻ. അപ്പൊ ഹ്യൂമർ ചെയ്തവര് പറയൂ. അല്ല, ഇതിൽ ഹ്യൂമർ മാത്രമല്ല, സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയും. അതെ, ഹ്യൂമർ മാത്രമല്ല. ഇപ്പൊ ഒരു ഹ്യൂമർ പടമായിട്ട് ആരും കരുതണ്ട. സെക്കൻഡ് ഹാഫ് ആണ് അതിനകത്തൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് സംസാരിക്കുന്നുണ്ട്. ഇതിലെ സബ്ജക്ട് റിയൽ ലൈഫിൽ വരുമ്പോ ഒരിക്കലും ഒരു ഹ്യൂമർ അല്ല, നമുക്കായിരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സംഭവമല്ല. ഞാൻ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ വായിച്ചപ്പോഴേ എന്തൊക്കെയാണോ നീ പറയുന്നത്? എന്നെക്കാളിലും കൂടുതൽ അവൻ സംസാരിക്കുന്നത്. ഞാനല്ലേ അവനെ കൊണ്ടുവന്നത്. ഇതിന്റെ ഒരു ആർട്ടിക്കിൾ വായിച്ചപ്പോൾ നേരത്തെ ഡയറക്ടർ ആയിട്ടുള്ള കോൺവെർസേഷനിൽ ഞാൻ ചോദിച്ചിരുന്ന കാര്യമാണ്, ബോയ്സ് അഭിമുഖീകരിക്കുന്ന കുറെ പ്രശ്നങ്ങളാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം പലപ്പോഴും നമ്മൾ സ്ത്രീപക്ഷ സിനിമകളും സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും നമ്മളിങ്ങനെ സംസാരിക്കാറുണ്ട്. ബട്ട് ഈ ഒരു സംഭവം നമ്മൾ അധികം സംസാരിക്കാത്തൊരു ടോപ്പിക് ആണോ ഡിസ്കസ് ചെയ്യുന്നത്? എന്താണ് ബേസിക്കലി? നമ്മൾ ആക്ച്വലി ആണുങ്ങൾ അങ്ങനെ ഒരു ചർച്ച ഒന്നാമത് ആഗ്രഹിക്കണില്ല.
ആണോ? ഹാൻഡിൽ ചെയ്ത് പോവും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും. അതാണ് എനിക്ക് തോന്നുന്നത്. അതാണ് അധികം ആരും അങ്ങനെ ഇത് ഭയങ്കര വിഷയമായിട്ട് എടുക്കാതെ. ആണുങ്ങൾ ഒരുവിധം പ്രശ്നങ്ങളൊന്നും അങ്ങനെ അതൊരു ചർച്ചയായിട്ട് നമുക്ക് ഇത് വേണമെന്നോ അങ്ങനെ അതിലേക്കൊന്നും ഇടാതെ തന്നെ ഒരുവിധം എല്ലാവരും അവനവൻ്റെ പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്ത് പോകുന്ന ആൾക്കാരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് അതിനൊരു ചർച്ചയോ അതിനുവേണ്ടി ആൾക്കാർ ഇറങ്ങാത്തതും. ഇപ്പൊ ഈ ഫെമിനിസം ഒക്കെ പോലെ സ്ത്രീകളെ പറ്റി സംസാരിക്കുന്ന പോലെ ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് സംതിങ് ഷുഡ് ബി ദെയർ, അല്ലെങ്കിൽ ഒരു ടേം ആയിട്ടെങ്കിലും ഒരു കോട്ട് ചെയ്യപ്പെടണം എന്നൊക്കെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആസ് എ ബോയ് അല്ലെങ്കിൽ ആസ് എ മാൻ തോന്നാറുണ്ടോ? അല്ലേ ചില ഈ കേസുകളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ട്. അല്ല, എനിക്ക് ഇടയ്ക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതായത് ആണുങ്ങളുടെ ഫീലിങ്സ് നമ്മൾ അധികം അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാറില്ല. എപ്പോഴും ആ ഒരു റിസീവിങ് സാധനം നമ്മളെപ്പോഴും കെയർ ചെയ്യുന്നതൊക്കെ പെൺകുട്ടികൾക്കാണ്. ആണുങ്ങൾക്ക് എപ്പോഴും ദേ ഹാവ് ടു സ്റ്റാൻഡ് ഇൻ ദെയർ ഓൺ ഫീറ്റ് ഹാൻഡിൽ ചെയ്ത് പോകുന്നുണ്ട്. കാരണം അവരൊരു 20-21 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് അവരവരുടെ ഫാമിലിയിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഫാമിലിക്കുള്ള ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെ അവരിലേക്ക് എത്തുകയാണ്. ഗേൾസിനും ഉണ്ട്, പക്ഷെ കൂടുതലും എനിക്ക് തോന്നുന്നത് ബോയ്സിനാണത് കൂടുതൽ കണ്ടിട്ടുള്ളത്. പിന്നെ അവരാണ് ഒരു കുറച്ച് വയസ്സ് കഴിയുമ്പോഴത്തേക്കിനും അവരവരുടെ മൊത്തം ലക്ഷ്യം രാവിലെ പോവുക, ജോലിക്ക് പോവുക, ആ ശമ്പളം കൊണ്ടുവന്നിട്ട് ആ മാസത്തിലേക്ക് നീക്കുക, അങ്ങനത്തെ പരിപാടിയിലേക്ക് പോവുകയാണ്. അതാണോ അപ്പോൾ ശരിക്കും ഒരു ഏർലി 30s അല്ലെങ്കിൽ ഒരു ലേറ്റ് 20s ആൺകുട്ടിയുടെ ഏറ്റവും വലിയൊരു ഒരു ഒരു ആശങ്ക? അതൊരു റെസ്പോൺസിബിലിറ്റിയാണ്. അല്ലേ? ഇപ്പൊ ഒരു പെൺകുട്ടിക്ക് ജനിക്കുമ്പോൾ തൊട്ട് കല്യാണം കഴിഞ്ഞ് വിട്ടാലും പാമ്പറിങ്ങും കെയറും കൊടുക്കും ആ ഫാമിലി. അച്ഛനും അമ്മയും ബ്രദേഴ്സും ഒക്കെ കെട്ടിച്ച് വിട്ട് കഴിഞ്ഞാലും ആ പാമ്പറിങ്ങും കാര്യങ്ങളും കൊടുക്കും. പക്ഷെ ആൺകുട്ടികൾ ഒരു 10-15 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കെയർ ചെയ്യാനോ പാമ്പർ ചെയ്യാനൊന്നും ആരും വരില്ല. അച്ഛനമ്മയാണെങ്കിൽ പോലും ജോലി ചെയ്യും, ഇത് നോക്കി റെസ്പോൺസിബിലിറ്റീസ് ഇടും. എല്ലാ സ്ത്രീകളും അങ്ങനെയാണ് നല്ല പറയുന്നത്. ഇപ്പം കഴിഞ്ഞാലും ജോലി ചെയ്യുന്നവരും ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് ബോയ്സിന്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്കിന് അവര് 20 ഡിഗ്രി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ അടുത്ത ഓപ്ഷൻ പെട്ടെന്നൊരു ജോലി കണ്ടുപിടിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പോലും എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് 8000 രൂപയ്ക്ക് ജോലിക്ക് സർവീസ് സെന്ററിൽ കയറിയതാണ് ഞാൻ. അപ്പം അവിടെ നിന്നാണ് ഞങ്ങൾ തുടങ്ങുന്നത്. എന്തെങ്കിലും ജോലി പെട്ടെന്ന് കയറുക, ചെയ്യുക, വീട്ടിലെ പരിപാടികളിലേക്ക് അവരെ സഹായിക്കുക എന്നുള്ളൊരു പരിപാടി നമ്മൾ തുടങ്ങും. എല്ലാവരും അങ്ങനെയാണ്. പക്ഷെ എനിക്ക് മോസ്റ്റ്ലി നമ്മൾ ബോയ്സ് കുറച്ചുകൂടെ കൂടുതലായിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ സിജു ആ 8000-ന്റെ ഇപ്പോൾ ജോലി നിർത്തിയിട്ട് അല്ലെങ്കിൽ ഇപ്പൊ പുറത്തേക്ക് വിട്ടൊരു മകനാണ്. അപ്പൊ ഭയങ്കര പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുക. അവിടെ നിന്ന് എല്ലാം നിർത്തി സിനിമ എന്ന് പറയുന്ന ടോട്ടലി അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ചൂസ് ചെയ്തപ്പോൾ വീട്ടുകാരുടെയൊക്കെ ഒരു ഇനിഷ്യൽ റിയാക്ഷൻ എന്തായിരുന്നു? ആരെങ്കിലും ഈ വാഴ എന്നൊക്കെ വിളിച്ചിട്ടില്ല? അങ്ങനെ ഒരുപാട് പേരുകൾ നമ്മൾ കേൾക്കേണ്ടി വരും. അങ്ങനെയൊക്കെ വാഴാന്ന് വിളിച്ചിട്ടൊന്നുമില്ല. അങ്ങനെയല്ല, എന്തിനാ ഇപ്പൊ ഇത് ചൂസ് ചെയ്ത് ജോലി കളഞ്ഞിട്ട് വന്ന് എന്തിനാ? തീർച്ചയായിട്ടും അല്ല. അവര് ഒരിക്കലും ഇപ്പം ഞാനിപ്പം പണ്ട് നാടകങ്ങൾക്ക് പോകുമായിരുന്നു, അതിനൊന്നും അവർ എതിർന്നല്ല. എന്ന് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മാസാവന ഒരു ശമ്പളം കിട്ടുന്നൊരു ജോബ് വേണം. അതിന്റെ കൂട്ടത്തിൽ ഇത് കൊണ്ടുപോയി അവർക്ക് നോ പ്രോബ്ലം. പക്ഷെ ഞാൻ കംപ്ലീറ്റ്ലി അത് കട്ട് ചെയ്തു. ഞാൻ സിനിമ എന്നുള്ള രീതിയിലേക്ക് മാത്രം വന്നപ്പോഴാണ് അവന് ഏണിങ് ഇല്ല, അത് എന്നോടുള്ള കെയറും. അവരുടെ മോനല്ലേ ഞാൻ, അപ്പം അവരുടെ മോൻ ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ള കാണുന്ന വിഷമം കൊണ്ടുണ്ടാകുന്നതായിരിക്കും. പക്ഷെ മെന്റലി നമുക്ക് എന്താണോ ഇഷ്ടം അത് ഞാൻ ചെയ്തു, ഇത്രേ ഉള്ളൂ. അതിൽ സക്സസ് ആവുകയും എല്ലാവരും എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. ഈ കോണ്ടന്റ് ക്രിയേഷൻ എന്താണ് സംഭവം എന്നുള്ളത് ആക്ച്വലി ഇവരൊക്കെ ഹിറ്റായി കഴിഞ്ഞപ്പോഴാണ് ഓക്കെ ഇതിനകത്ത് ഇങ്ങനെയും ഒരു ഇതുണ്ട്. ഇപ്പൊ നിങ്ങൾ സിനിമയിൽ വരാൻ കാര്യം ഇത് തന്നെയാണല്ലോ, കോണ്ടന്റ് ക്രിയേഷൻ ഒരു വലിയ ഫാക്ടർ ആണല്ലോ. അഫ്കോഴ്സ് ടാലന്റ് ഉണ്ട്, ബട്ട് ആ ടാലന്റ് ഡിസ്പ്ലേ ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു അത്. അപ്പം വീട്ടുകാർക്ക് ഇതിന്റെ ഒരു സംഭവം ഒന്നും തുടക്കത്തിലേ അറിയണ്ടായിരുന്നില്ലല്ലോ. അത് നിങ്ങൾ എന്താ ചെയ്യുന്നത്, വീഡിയോ എടുക്കുന്നത് എന്നുള്ളൊരു ഇത് അതെങ്ങനെയായിരുന്നു ആ ഒരു സമയത്ത്? ഞാൻ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കണത്, ഞാൻ +2 കഴിഞ്ഞ് നിൽക്കണത്. ആ സമയത്ത് ഒരു വീട്ടിൽ നിന്ന് പ്രത്യേകിച്ച് പ്രഷറൊന്നും ഇല്ല കേട്ടോ. ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലും എന്താണ് എന്തെങ്കിലും ചെയ്യേണ്ടത്, അത് ചെയ്യേണ്ടത്, അങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ഇല്ല. ഫുൾ ഫാമിലിയും അങ്ങനെ ആരും പ്രഷർ ചെയ്തിട്ടില്ല. അതെ, ഒന്നും അങ്ങനത്തെ പ്രഷർ നമുക്കില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഒരു മൊമെന്റ് കഴിഞ്ഞപ്പോൾ ഇൻസ്റ്റയിൽ വീഡിയോസ് ഇട്ട് നോക്കാൻ തോന്നി, അടുത്ത സ്റ്റെപ്പായിട്ട് യൂട്യൂബർ ആവാൻ തോന്നി. ഇതിനൊക്കെ അവർ ഓക്കെ പറയാറുള്ളൂ. പിന്നെ സിനിമ കയറാൻ വേണ്ടി ഒന്നുമല്ല ഞങ്ങൾ വീഡിയോ ചെയ്ത് തുടങ്ങിയത്. നമ്മൾ ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റ്, അതുപോലെ അതിൽ നിന്ന് നമുക്ക് ഏണിങ്സ് വന്ന് തുടങ്ങിയപ്പോൾ അത് പിന്നെ അതിൻ്റെ ഏറ്റവും ടോപ്പ് ലെവൽ പോകണം. ഓരോ ഇവൻ്റൊക്കെ കോർഡിനേറ്റ് ചെയ്യണ യൂട്യൂബേഴ്സൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു മൈൻഡിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് ഫിലിമൊക്കെ വന്നിട്ട് പിന്നെ ഇതിലേക്ക് മാറിയത്. എനിവേ മൂപ്പരിടയിൽ ഒരു കോണ്ടന്റ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അബൌട്ട് ഇന്റർവ്യൂവേഴ്സ്. അത് പക്ഷെ നല്ല സാധനമായിരുന്നു കേട്ടോ. അതില് എന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാണ്. അല്ല, അത് ഇന്ന ആളെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ഇന്റർവ്യൂ എടുക്കുമ്പോൾ നിങ്ങൾ കുറെ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പൊ ഈ വന്നിരിക്കുന്നവർക്ക് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ അത് ഓൾറെഡി നിങ്ങൾക്കും അറിയായിരിക്കും.
പക്ഷെ അത് അറിഞ്ഞിട്ടും അവരോട് അത് ചോദിക്കുമ്പോഴാണ് പ്രശ്നം. ഞാൻ അങ്ങനത്തെ ചോദ്യം ചോദിച്ചില്ല. ഇല്ല അത് ഞാൻ അവിടെ ഓൾറെഡി പറഞ്ഞല്ലോ, ചോദിച്ചാൽ ഞാൻ ഈ വീഡിയോ കാണിച്ചു തരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ അതാണ് ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെ ഡിസ്കംഫർട്ട് ആക്കിയിട്ട് വ്യൂസ് കൂട്ടാൻ നോക്കുന്നത് ഒരു എത്തിക്സ് കുറവുണ്ട് അതിൽ. അത് മാത്രമാണ് വീഡിയോയിൽ ഞാൻ എന്താ ചൂണ്ടിക്കാണിച്ചത്, അല്ലാതെ ഇന്ന ആള് എന്നുള്ളതൊന്നുമില്ല. അത് 2 വർഷം മുന്നേ എന്ത് ചെയ്താണ് ഞാൻ. അതെ അത് എന്നെ ആയിരിക്കും ഇതിനകത്ത് ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോറി. എനിവേ, അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച്. വാഴയ്ക്ക് എല്ലാവിധ ആശംസകളും നേരെയാണ്. ഓഗസ്റ്റ് 15-ാം തീയതി നമ്മൾ എല്ലാവരും സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അടുത്ത് അഭിപ്രായം പറയുന്നതായിരിക്കും. ഗുഡ് ലക്ക് ഗൈസ്. താങ്ക് യു. താങ്ക് യു.